Good afternoon. Good afternoon, ma'am. കുറവാണല്ലോ, ആളുകൾ കുറവാണല്ലോ സ്റ്റുഡൻസ്. കുറവാണോ കേറുന്നത് ഇപ്പോ? ഇതൊക്കെ 10 പേരൊക്കെ അത് മാം കുറവ് തന്നെയാ കേറുന്നവര്. കേറുമായിരിക്കും, വയ്യാമ കേറുമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? പ്രയർ സ്റ്റാർട്ട് ചെയ്യാം. പ്രയർ ആരെങ്കിലും പറഞ്ഞു കേട്ടോ. പ്രയർ ആരാണ്? ദേവാ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ കരളിന്റെ പൂക്കൾ പാദതാരിൽ കാണിക്ക് വെച്ചു നമിക്കുന്നു ഞങ്ങൾ നമിക്കുന്നു ഞങ്ങൾ ലോകമസ്ത സുഖിനോ ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാൻ വിജ്ഞാനദീപം നിറകാവിത്തുവാൻ കാരുണ്യസിന്ധോ നമിക്കുന്നു ഞങ്ങൾ കാരുണ്യസിന്ധോ നമിക്കുന്നു ഞങ്ങൾ. ഓക്കെ, then sign in ആരാ ചെയ്യുന്നേ? സൈനിങ് ഞാൻ പറയാം. സൽമ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഇന്ന് പറയാൻ പോണ ഫ്ലെമിങ്ങിനെ കുറിച്ചാണ്. അതിന് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ മുറിവ് പറ്റിയാൽ എളുപ്പം ഉണക്കുന്ന മരുന്നുകൾ ഇന്ന് ഏറെ വിപണിയിലുണ്ട്. മുറിവുകളിൽ ഉണ്ടാകുന്ന അണുബാധ മാറിയില്ലെങ്കിൽ മരണം വരെ സംഭവിച്ചേക്കാം. അണുബാധ ഇല്ലാതാക്കുന്ന മരുന്നുകൾ വില കുറഞ്ഞതും കൂടിയതുമായി പല പേരുകളിൽ ലഭിക്കുന്നുണ്ട്. കുടിക്കാനും കുത്തിവെക്കാനും പറ്റുന്നതൊക്കെ. എന്നാൽ 1-ാം ലോക മഹായുദ്ധത്തിൽ പരിക്കേറ്റ 10,000 ഇങ്ങനെ മരുന്ന് ലഭിക്കാതെ മരണത്തിന് കീഴടങ്ങിയിരുന്നു. ഇതെങ്ങനെ മറികടക്കുന്ന ചിന്ത ലോകത്തെ അലട്ടുന്നതിനിടെയാണ് വൈദ്യശാസ്ത്ര ഗവേഷകനായിരുന്ന ഫ്ലെമിംഗ് ഒരിക്കലൊരു കണ്ടുപിടുത്തം നടത്തിയത്. 2 ആഴ്ച അവധിക്ക് പോയ ഫ്ലെമിംഗ് തിരിച്ചെത്തി തന്റെ പരീക്ഷണശാലയിൽ നോക്കുമ്പോൾ കാണുന്നത് ബാക്ടീരിയകളെ സൂക്ഷിച്ച പാത്രത്തിന് ചുറ്റും ഫംഗസുകൾ പറ്റിപ്പിടിച്ച് കിടക്കുന്നതാണ്. ഫംഗസുകളുള്ള ഇടങ്ങളിൽ ബാക്ടീരിയ വളരുന്നില്ലെന്നും തിരിച്ചറിഞ്ഞു. മുറിവുകൾ കൂടുതൽ ഗുരുതരമാക്കുന്ന ബാക്ടീരിയകളെ കൊന്നൊടുക്കുന്ന ഈ ഫംഗസുകളെ വേർതിരിച്ചെടുക്കലായി അദ്ദേഹത്തിന് ശ്രദ്ധ. അങ്ങനെ പെൻസിലിൻ എന്ന ആന്റിബയോട്ടിക് പിറവിയെടുത്തു. ലോകത്ത് അതുവരെയും ദശലക്ഷങ്ങളെ കൊന്നൊടുക്കിയ അണുബാധ മറികടക്കാനുള്ള ദിവ്യ ഔഷധമായി അത്. നമ്മുടെ ശരീരത്തിൽ കടന്നു കയറുന്ന രോഗകാരികളായ ബാക്ടീരിയകളുടെ വളർച്ച തടയാനും അവയെ നശിപ്പിക്കാനും ആന്റിബയോട്ടിക്കിന് കഴിയുന്നു. ഇത്തരം രോഗകാരികളെ തടയാൻ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന് ശേഷിയുണ്ട്. എന്നാൽ മുറിവ് കൂടുതൽ വലുതാകുന്നിടത്ത് ആന്റിബയോട്ടിക് തന്നെ വേണം. ആന്റിബയോട്ടിക്കുകളുടെ കച്ചവട സാധ്യത അത്രയ്ക്ക് ഇഷ്ടമല്ലാതിരുന്ന ഫ്ലെമിംഗ് തുടക്കമിട്ടത് വികസിപ്പിച്ച് ഹൊവാർഡ് ഫ്ലോറെ, ബോറിസ് ചെയിൻ എന്നിവർ പെൻസിലിൻ കൂടുതലായി വിപണികളിലെത്തിച്ചു. ഈ കണ്ടുപിടുത്തത്തിന് 1945 മൂവരും നോബൽ സമ്മാനം നേടുകയും ചെയ്തു. 2-ാം ലോക യുദ്ധം ഇതേ സമയത്ത് തന്നെയായതിനാൽ അതിവേഗമാണ് ഇതിന്റെ സാധ്യത ലോകം തിരിച്ചറിഞ്ഞത്. ഈ മരുന്നുകൾക്കെതിരെ ബാക്ടീരിയ അതിവേഗം കരുത്താർജിക്കുന്നതാണ് ഇന്ന് ലോകത്തിന് വെല്ലുവിളിയാകുന്നത്. മനുഷ്യജീവിതത്തെ മാറ്റിമറിച്ച കണ്ടുപിടുത്തം നടത്തിയ ഫ്ലെമിംഗ് രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള നിരവധി ഗവേഷണങ്ങൾ നടത്തിയ പ്രതിഭയാണ്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹാന്മാരായ 100 പേരിൽ ഒരാളായി അദ്ദേഹത്തെ ടൈം മാസിക തെരഞ്ഞെടുത്തിരുന്നു. താങ്ക് യു. Okay, very good. Thought of the day? Thought of the day ഞാനാണ് മാം. Learning gives creativity. Creativity leads to thinking. Thinking provides knowledge. Knowledge makes you great. Dr. APJ Abdul Kalam. Okay, then നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്കൂൾ മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? ഇല്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ, നമ്മള് ഡിഫൻസ് മെക്കാനിക്സ് കംപ്ലീറ്റ് ആയല്ലേ? ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്യുക കേട്ടോ. റീഡ് ചെയ്തായിരുന്നോ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ? റീഡ് ചെയ്തായിരുന്നോ?
ഇല്ല. ഓക്കെ, ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്യാം. വായിച്ചു കഴിയുമ്പോൾ തമ്പ് ചെയ്യാം കേട്ടോ.
റീഡ് ചെയ്തോ? ഫസ്റ്റ് പേജ് മാത്രം റീഡ് ചെയ്താൽ മതി കേട്ടോ. സ്കൂൾ മാനേജ്മെന്റ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അതിനകത്ത് ഒരു ഫസ്റ്റ് പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അല്ലെ? എന്താണെന്ന് മനസ്സിലായോ വായിച്ചിട്ട്? ആർക്കെങ്കിലും ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്ന കാര്യം എന്താ മൃദുല മനസ്സിലായത്? മാം, അത് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സിന് മിനിമം ഡിഗ്രി എങ്കിലും വേണം. അവർ ഗ്രാജുവേറ്റ് ആയിരിക്കണം. അന്ന് അവരിൽ നിന്ന് ഓഫീസ് വർക്കും ചെയ്യണമെന്നാണ് മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ KG ടീച്ചേഴ്സ് അങ്ങനെയല്ല. അവരെപ്പോഴും ക്ലാസ്സിൽ തന്നെ എൻഗേജ്ഡ് ആയിരിക്കും. അവർ കുട്ടികളുടെ കൂടെ തന്നെയായിരിക്കും ഉണ്ടാവുക. പക്ഷെ സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് അങ്ങനെയല്ല. അവർ ഓരോ സബ്ജക്റ്റിനനുസരിച്ച് ക്ലാസ് മാറുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു പീരീഡ് റീക്രിയേഷൻ പീരീഡ് ആയിട്ട് കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട്. അതുകൊണ്ട് തന്നെ അവർ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നു. ആ വർക്കുകൾ എന്തൊക്കെയാണ് എന്നാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ മൃദുല പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഭൂരിഭാഗം ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ്സ് ആണ് അല്ലെ? ഗ്രാജുവേഷൻ ഇല്ലാത്ത വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ അല്ലെ? ആണോ? ആണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ ഓഫീസ് വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് വെയിറ്റ് ചെയ്യാറുണ്ട്. അവരെ കാത്തു നിൽക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ടീച്ചേഴ്സിനെ അവര് വെയിറ്റ് ചെയ്യാറുണ്ട്. അത് കാരണം അതായത് കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉള്ള ടീച്ചറാണ്, ചിലർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകാം. അപ്പൊ ഓഫീസ് വർക്കുകൾ ചെയ്യാനായിട്ട് അവര് ക്വാളിഫൈഡ് ആയിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? ഇവരെ വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ KG ടീച്ചേഴ്സിന്റെ കാര്യം അതുപോലെയല്ല. KG ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് അവർ ടൈറ്റ്ലി എൻഗേജ്ഡ് ആണ്. നമുക്കറിയാം കുഞ്ഞുങ്ങളെ, അതായത് കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന, നഴ്സറി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് അത്ര ഈസി ടാസ്ക് അല്ല. ആണോ? ഈസി ടാസ്ക് ആണോ നഴ്സറി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നേ? ആണോ? അല്ല അല്ലെ? നമുക്ക് ചിലപ്പോ ഒന്ന് റിലാക്സ് ആവാൻ പോലുള്ള ഒരു സമയം കിട്ടിയെന്ന് വരില്ല അല്ലെ? ആ ഒരു ക്ലാസ്സിന്റെ ആ ഒരു എന്താ പറയാ, ഭയങ്കരമായിട്ട് കുട്ടികളെ, കുഞ്ഞു കുട്ടികളാണ്, അവർക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ അവരെ ഡിസിപ്ലിൻ ആയിട്ട് ക്ലാസ് റൂമിൽ അടക്കിയിരുത്തണം അല്ലെ? നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുള്ളതാണ് അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജൂൺ 1 എന്തെങ്കിലും കുഞ്ഞുങ്ങളെ കൊണ്ട് ചെന്നാക്കുമ്പോൾ പലർക്കും എന്താ പറയാ മടി ഉണ്ടാകാം, പിന്നെ ചിലർക്ക് കരച്ചിലുണ്ടാകാം. അപ്പോൾ ടീച്ചേഴ്സ് എത്രമാത്രം പാടുപെട്ടിട്ടാണ് അവരെ അടക്കിയിരുത്തുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അല്ലെ? സൗണ്ട് കുറവാണോ? അല്ലല്ലോ. അല്ല. ഓക്കെ. അപ്പോ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവരെ അവിടെ അടക്കി ഇരുത്തുന്നത് അല്ലെ? അപ്പൊ അത്രയും അധികം എന്തുണ്ട്, ഒരു എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഈ നഴ്സറി കുഞ്ഞുങ്ങളെ നോക്കുക എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പിന്നെ അവര് സ്കൂൾ ടൈമിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് സ്കൂൾ ടൈമിനേക്കാളും കൂടുതലായിട്ട് KG ടീച്ചേഴ്സ്? മാം, എനിക്ക് അതിന് മാത്രം അറിയില്ല. എന്നാലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്, ഈ കുട്ടികളെ നമ്മൾ ബസ് ഡ്യൂട്ടി ഒക്കെ നമുക്ക് തരും. കുട്ടികളെ ബസ്സിൽ നിന്ന് ഇറക്കുന്നത് മുതൽ കുട്ടീനെ ബസ്സിലേക്ക് കയറ്റി വിടുന്നവരെ KG ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ബസ്സിൽ പോയിട്ട് നമുക്ക് ബസ് ഇൻചാർജ് ആയിട്ട് നമുക്കൊരു ഡ്യൂട്ടി തരും. ബസ്സിൽ വന്നിട്ടുള്ള കുട്ടികൾ വൈകുന്നേരം ഉണ്ടോ അതൊക്കെ നോക്കണം. ഒരുപാട് കുട്ടികളുള്ള സ്കൂളിൽ ഭയങ്കര വിഷമമാണ്. പിന്നെ ഉള്ളത് ആഫ്റ്റർനൂൺ നമുക്ക് മീറ്റിംഗ് വെക്കും. മീറ്റിംഗ് വെച്ച് എല്ലാവരും ഇരുത്തി അങ്ങനെയുള്ള മീറ്റിംഗ് വെക്കും. പിന്നെ ഉള്ളത് ക്ലാസ് റൂമിന്റെ വർക്കുകളില്ലേ, ഈ ചാർട്ട് വർക്ക്, അതൊക്കെ ഉള്ളത് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് ഈ കുഞ്ഞുങ്ങള് സ്കൂളില് വന്നു, ദെൻ അവര് ആ പോകുന്ന സമയം എന്ത് ചെയ്യണം? സ്കൂൾ ബസ്സിൽ കയറ്റാനും അതുപോലെ തന്നെ ചില പാരന്റ്സ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനും ഒക്കെ ടീച്ചേഴ്സ് നിൽക്കാറുണ്ട്. ആ ഒരു എക്സ്ട്രാ ഡ്യൂട്ടിയും കൂടി അവർക്ക് കൊടുക്കാറുണ്ട്. നമുക്കറിയാം, സാധാരണ ഇപ്പൊ ഹൈസ്കൂളിൽ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ, UP യിലൊക്കെ പഠിക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ആ ക്ലാസ് സമയം വരെ എന്ത് ചെയ്താൽ മതി? നിന്നാ മതി. കുട്ടികളോട് ഒപ്പം തന്നെ ആ ലോങ് ബെൽ അടിക്കുന്ന സമയത്ത് കുട്ടികളോടൊപ്പം തന്നെ ഈ ടീച്ചേഴ്സിന് എന്ത് ചെയ്യാം? ഇറങ്ങിപ്പോകാം. പക്ഷെ KG ടീച്ചേഴ്സിന് അങ്ങനെയല്ല. ഈ ഒരു കുട്ടികള് പൂർണ്ണമായിട്ടും, അതായത് സുരക്ഷിതരായിട്ട് ഓരോ വാഹനങ്ങളിലേക്കും കയറ്റി
അതുപോലെ തന്നെ ഓരോ കുട്ടിയെയും സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിച്ച്, അതായത് പാരന്റ്സ് വരുന്നവരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എല്ലാ റെസ്പോൺസിബിലിറ്റീസ് എടുത്ത് KG ടീച്ചേഴ്സിന് പോകാനായിട്ട് സാധിക്കും. അതാണ് രണ്ട് ടീച്ചേഴ്സും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സും അതുപോലെ തന്നെ KG ടീച്ചേഴ്സും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഉയർന്ന ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനാണെങ്കിൽ അവർക്ക് ഫ്രീ പീരീഡ് കിട്ടാറുണ്ടോ? ഫ്രീ പീരീഡ് കിട്ടാറുണ്ടോ അവർക്ക്? ഉണ്ടോ? വെറുതെ ഇരിക്കാറില്ലേ ചില സമയം പീരീഡ് ഇല്ലാതെ? കണ്ടിട്ടുണ്ടോ അങ്ങനെ? ഉണ്ട്, ആണല്ലേ? ആ, ചില സമയം ഫ്രീ ടൈം കിട്ടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, അധികം സ്ട്രെസ്, അതായത് അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ചാൽ മതി അല്ലെ? ചില സബ്ജക്റ്റുകളാകാം, അല്ലെങ്കിൽ ചില ക്ലാസ്സുകളാകാം ചില ടീച്ചേഴ്സിന് കൈകാര്യം ചെയ്യാൻ കൊടുക്കുന്നത്, അത് മാത്രം മാനേജ് ചെയ്താൽ മതി. ഓക്കെ. അധികമായിട്ടുള്ള സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ വരുന്നില്ല. പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ റെഫർ ചെയ്യാം. പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് റെഫർ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. സ്ഥിരമായിട്ട് ഒരു സബ്ജക്ട് തന്നെയാണ് എടുക്കുന്നതെങ്കിൽ വേറെ ഒരു ഇതും എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രം കൂട്ടിച്ചേർത്താൽ മതിയാവും. പക്ഷെ KG ടീച്ചേഴ്സിന് അങ്ങനെയല്ല. അവർക്ക് കുട്ടികളെ കൈകാര്യം ചെയ്യണം, കുട്ടികളുടെ പഠന കാര്യങ്ങൾ നോക്കണം, അതുപോലെ തന്നെ കുട്ടികളെ ഒബ്സർവ് ചെയ്യണം. ഒരു ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വാച്ച് ചെയ്യണം അല്ലെ? KG ടീച്ചേഴ്സ് എന്ത് ചെയ്യണം? നോക്കണം അല്ലെ? കറക്റ്റ് ആയിട്ട് കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? സേഫ് ആയിട്ടാണോ അവരുള്ളത്? അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ടോയ്ലറ്റിൽ പോകുന്ന അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ട് അവിടെ ഒരു അസിസ്റ്റന്റ് ടീച്ചർ ഉണ്ടാവും, ആയി ഉണ്ടാവും അല്ലെ? എന്നിരുന്നാലും ടീച്ചർക്ക് എന്ത് ജോലി ഉണ്ട്? ഈ കുട്ടികളെ നോക്കാനുള്ളൊരു ഡ്യൂട്ടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അത്ര എളുപ്പമല്ല ഈ ഒരു കുഞ്ഞുങ്ങളെ നോക്കുക എന്നുള്ളത്. അതാണ് ഈ ഒരു പാരഗ്രാഫില് മെയിൻ ആയിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്കൂളിന്റെ മാനേജിങ്, അതായത് മാനേജ്മെന്റ് എങ്ങനെയാണ്, താഴെ പറയുന്ന രീതിയിലാണ് ഒരു സ്കൂള് മാനേജ് ചെയ്ത് കൊണ്ടുപോവുക. അതിനകത്ത് ആദ്യത്തേതെന്ന് പറയുന്നത് ക്ലാസ് റൂം മാനേജ്മെന്റ് ആണ്. ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസ് റൂം മാനേജ്മെന്റ്, വാട്ട് ഈസ് മീൻ ബൈ ക്ലാസ് റൂം മാനേജ്മെന്റ്? എന്തൊക്കെയാണ് അതിനകത്ത് വരിക ക്ലാസ് റൂം മാനേജ്മെന്റില്? അറിയാമോ ആർക്കെങ്കിലും? കുട്ടികളുടെ സ്ട്രെങ്ത് ഒക്കെ നോക്കല്, അതൊക്കെയാണ്. സ്ട്രെങ്ത് നോക്കും. ആ, ശരിയാണ്. പിന്നെ ഫസ്റ്റ് വരുന്നതാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് കേട്ടോ. സീറ്റിംഗ് അറേഞ്ച്മെന്റ് നോക്കില്ലേ ക്ലാസ്സില്? കുട്ടികൾ കറക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നോക്കില്ലേ? ആ, കുട്ടികള് ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത് അത് ചെക്ക് ചെയ്യേണ്ട ഡ്യൂട്ടി ടീച്ചർക്കാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ ആ ക്ലാസ് അറേഞ്ച് ചെയ്യുകയാണ് ക്ലാസ് റൂം മാനേജ്മെന്റ് പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ ഫസ്റ്റ് വരുന്ന പോയിന്റ് ആണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. കറക്റ്റ് ആയിട്ടാണോ കുട്ടികൾ ഇരിക്കുന്നത് ചെക്ക് ചെയ്യണം. അവരുടെ പൊസിഷൻ ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. പിന്നെ നമുക്കറിയാം ചില ക്ലാസ്സിൽ കണ്ടുവരുന്ന ഒരു ടെൻഡൻസിയാണ് ഹൈറ്റ് കുറവുള്ള കുട്ടികളെ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് എടുക്കും അല്ലെ? ഹൈറ്റ് കൂടുതലുള്ള കുട്ടികളാണെങ്കിൽ ഏറ്റവും ബാക്കിലായിട്ട് എടുക്കും അല്ലെ? ഇതൊക്കെ സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ വരുന്നത്. എന്നൊക്കെ ടീച്ചേഴ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെ? നമുക്കറിയാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ ഒരു എന്താ പറയാ, ജസ്റ്റ് വെറുതെ എല്ലാവരും ഒരുമിച്ചായിരിക്കും ഇരിക്കുന്നത്. ഒരു അറേഞ്ച്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടാവില്ല. പിറ്റേ ദിവസം തുടങ്ങിയാണ് ക്ലാസ്. പിറ്റേ ദിവസം തുടങ്ങുന്ന സമയത്താണ്, അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ ദിവസമാണ് ഈ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യുക. അപ്പൊ ടീച്ചേഴ്സ് പറയും ഈ കുട്ടികൾ ഇവിടെ വന്നിരിക്കും, ഈ കുട്ടികളുടെ ബാക്കിൽ പോയിരിക്കും എന്ന് പറയും. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? പൊക്കം കൂടുതലുള്ള കുട്ടികളെ ബാക്കിലായിട്ടും പൊക്കം കുറവുള്ള കുട്ടികളെ ഫ്രണ്ടിലായിട്ട് ഇരുത്തുന്നത്? എന്തിനാ അങ്ങനെ ഇരുത്തുന്നത്? എഴുതുന്ന കാണണ്ടേ? ആ, ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യണോ അല്ലെ? ബ്ലാക്ക് ബോർഡ് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചില കുട്ടികൾ പൊക്കം ഹൈറ്റ് കുറവുള്ള കുട്ടികൾ ഏറ്റവും ബാക്കിൽ എത്തിക്കഴിഞ്ഞാല് കാണാൻ പറ്റില്ല, ബ്ലാക്ക് ബോർഡ് കാണാൻ പറ്റില്ല. ചിലപ്പോൾ ബ്ലാക്ക് ബോർഡിൽ എന്താണ് ടീച്ചേഴ്സ് എഴുതുന്നതെന്ന് കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോ ക്ലാസ് റൂം മാനേജ്മെന്റിൽ ആദ്യം വരുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് സീറ്റിംഗ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറയുന്നത്? ഇപ്പൊ പക്ഷെ മിസ്സേ ഹൈറ്റ് നോക്കിയാലും ഈ ക്ലാസ് റൂമുകളിൽ റൊട്ടേഷൻ ആണ്, ഓരോ ബെഞ്ച് വൈസ് കുട്ടികളെ. റൊട്ടേഷൻ ആണ്. ഒരാഴ്ച അല്ല, ഒരാഴ്ചത്തേക്കല്ലേ ഇരുത്തുന്നേ? ചിലത് ഡെയിലി ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കായിരിക്കും. മാറി മാറി വരും. ഓക്കെ ഓക്കെ. രണ്ടാമത് എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ആണ് കേട്ടോ. കുട്ടികളെ അടക്കിയിരുത്തുക.
ക്ലാസ് റൂം മാനേജ്മെന്റില് നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡിസിപ്ലിൻ, കുട്ടികളെ അടക്കിയിരുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആണ്. ഓക്കെ, ഇൻഡിവിജ്വൽ അറ്റൻഷൻ, അതായത് ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുക. അതായത് ഓരോ കുട്ടിയെയും ശാന്തനായി ഇരുത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഓരോ കുട്ടിയുടെ സ്വഭാവം എന്താണ്. ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരു കുട്ടിയുടെ നേച്ചർ എന്താണ്, ആ കുട്ടിയുടെ സ്കിൽസ് എന്താണ്, ആ കുട്ടിയുടെ കുറവുകൾ എന്താണ്, വീക്ക് പോയിന്റ്സ് എന്താണെന്നൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുക, പ്രൊവൈഡ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ. പിന്നെ അതുപോലെ തന്നെ ക്ലാസ് റൂം മാനേജ്മെന്റിൽ വരുന്ന അടുത്തൊരു പോയിന്റ് ആണ് ഗ്രൂപ്പ് വർക്ക് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഓരോ കുട്ടിക്കും, ചില കുട്ടികൾക്ക് ചിലപ്പോ അതായത് ക്ലാസ്സിൽ വരാൻ, അതായത് സ്കൂളിൽ ചേരുന്ന ആദ്യം ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നഴ്സറിയിലൊക്കെ ചേരുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ഭയം ഉണ്ടാവും, ഒരു പേടി ഉണ്ടാവും. അപ്പൊ പേടി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അത് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗ്രൂപ്പ് വർക്കുകളായിട്ട് കൊടുക്കും. ഓക്കെ, അതായത് ഓരോ ഗ്രൂപ്പ് കുട്ടികളെ ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ച് ഗ്രൂപ്പ് വർക്കുകളായിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോ ഗ്രൂപ്പ് വർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ് കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നീറ്റ് ആയിരിക്കണം ക്ലാസ് റൂം എപ്പോഴും. ഓക്കെ, ക്ലാസ് റൂം മാനേജ്മെന്റിൽ വരുന്ന ഒരു പോയിന്റ് ആണ് ക്ലാസ് റൂം എപ്പോഴും വൃത്തിയാക്കി ഇടുക, നീറ്റ് ആയിട്ടിരിക്കുക. ഇത് അതായത് സ്കൂളാണെങ്കിൽ അത് വൃത്തിയാക്കുന്നതിനായിട്ട് ചിലപ്പോൾ ചില സ്റ്റാഫുകളൊക്കെ അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ എന്നിരുന്നാലും ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ക്ലാസ് റൂം നല്ല വൃത്തിയായിട്ടാണോ, ഡസ്റ്റും മറ്റും ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ, പേപ്പറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടോ എന്ന് ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോ ക്ലാസ് റൂം നീറ്റ് ആക്കി നിർത്തുക. അടുത്തത് ക്ലാസ് റൂം മാനേജ്മെന്റിൽ വരുന്ന മറ്റൊരു പോയിന്റ് ആണ് യൂസേജ് ഓഫ് റിസോഴ്സസ്. യൂസേജ് ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ കുറച്ച് റിസോഴ്സസ് ക്ലാസ് റൂമിൽ ഉപയോഗിക്കുക അല്ലെ. എന്തൊക്കെ റിസോഴ്സുകളാണ് ഉപയോഗിക്കുന്നത് ക്ലാസ് റൂമിൽ? എന്തൊക്കെ റിസോഴ്സസ് ഉപയോഗിക്കുന്നത്? ചോക്ക്, ടേബിൾ. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ബെഞ്ച്, ഡെസ്ക്, യൂസേജ് ഓഫ് റിസോഴ്സസ്. ബെഞ്ച്, ഡെസ്ക്, ടേബിള്, ബ്ലാക്ക് ബോർഡ്, ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക്. ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക്. ഇത്തരം റിസോഴ്സസ് ഉപയോഗിച്ചിട്ടാണ്, അതായത് നമുക്കറിയാം ബെഞ്ച് അല്ലെ, കുട്ടികൾ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഡെസ്ക് അവർക്ക് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വെക്കാനും പറ്റും. അതുപോലെ തന്നെ ടേബിള്, ടീച്ചേഴ്സിന്റെ ചെയറിന്റെ അടുത്തായിട്ട് ടേബിൾ ഉണ്ടാകാം. ചെയർ പറഞ്ഞില്ല കേട്ടോ, ചെയർ ഉണ്ട് കേട്ടോ, ചെയർ. അതുപോലെ തന്നെ ബ്ലാക്ക് ബോർഡ് ടീച്ചേഴ്സിന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആൻഡ് നോട്ട് ബുക്ക്. ഇത്തരത്തിലുള്ള റിസോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് ഒരു ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് യൂസേജ് ഓഫ് റിസോഴ്സസ്, ക്ലാസ് റൂം മാനേജ്മെന്റ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലാസ് റൂം നോംസ് ആണ് കേട്ടോ. ക്ലാസ് റൂം നോംസ് എന്താണ്? ക്ലാസ് റൂം നോംസ് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? വാട്ട് ഈസ് ക്ലാസ് റൂം നോംസ്?
ഓരോ ദിവസവും കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ എഴുതി ടീച്ചേഴ്സിന്റെ കയ്യിൽ വെക്കേണ്ടതല്ലേ? ക്ലാസ് റൂം നോട്ട്സ് എന്ന് പറഞ്ഞാല് അതായത് നല്ല നല്ല റൂൾസ് ആണ് കേട്ടോ. ചില റൂൾസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ റൂൾസ്? ടീച്ചേഴ്സ് ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യണം? വിഷ് ചെയ്യണം, എണീറ്റ് നിന്ന് വിഷ് ചെയ്യണം. എണീറ്റ് വിഷ് ചെയ്യണം അല്ലെ? ഗുഡ് മോർണിംഗ് പറയണം. ഇനി ക്ലാസ് എടുത്ത് കഴിഞ്ഞ് പോയാല് താങ്ക് യു പറയണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള വിഷസ് അങ്ങനെയുള്ള ചില റൂൾസുകൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് അല്ലെ? ടീച്ചേഴ്സ് വന്നു കഴിയുമ്പോൾ കുട്ടികൾ എന്തായാലും എണീറ്റ് നിൽക്കണം. അത് നമ്മൾ പണ്ടേ തുടങ്ങി ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ് അല്ലെ? ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ക്ലാസ് റൂം നോട്ട്സ്, വിച്ച് മീൻസ് ക്ലാസ് റൂം റൂൾസ്. ഓക്കെ, വിഷസ് അതിനകത്ത് എഴുതുക. വിഷസ് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് താങ്ക് യു, അതൊക്കെ അതിനകത്ത് നോട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടീച്ചേഴ്സ് മൂവ്മെന്റ് ആണ്. ടീച്ചേഴ്സ് മൂവ്മെന്റ് എന്താണ്? ടീച്ചേഴ്സ് മൂവ്മെന്റ് വാട്ട് ഈസ് മീൻ ബൈ ടീച്ചേഴ്സ് മൂവ്മെന്റ്? ടീച്ചർ മൂവ് ചെയ്യാറുണ്ടോ ക്ലാസ്സില്? എങ്ങനെയാ മൂവ് ചെയ്യുന്നേ? നിങ്ങൾ എങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ആരെങ്കിലും? ട്രെയിനിങ്ങിനോ അല്ലെങ്കിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഒന്ന് പറഞ്ഞു, ടീച്ചർ എങ്ങനെയാ മൂവ് ചെയ്യുന്നത്? ഇപ്പൊ വർക്ക് ചെയ്തില്ല മാമ. അതായത് അവർക്ക് ഒരു ഏരിയ കൊടുത്തിട്ടുണ്ടല്ലോ, സെന്റർ പിന്നെ ബ്ലാക്ക് ബോർഡിന്റെ സൈഡ്. ആ ഒരു 2 ഏരിയയിൽ കൂടെയോ നടക്കാൻ പാടുള്ളൂ. അല്ലാതെ കുട്ടികളുടെ ബെഞ്ചിന്റെ ഇടയ്ക്ക് കൂടെ ഒന്നും നടക്കരുത്. അതായിരിക്കും. അങ്ങനെയാണോ പറയുന്നേ? എനിക്കറിയില്ല. വേറെ ആരാണ്? എനിക്ക് ഫാസ്റ്റ് ആയിട്ട് നടക്കരുത് എന്നൊക്കെ ആയിരിക്കാം. ഈ ബ്ലാക്ക് ബോർഡിലൊക്കെ എഴുതുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ അല്ലേ കുട്ടികൾക്ക് സൈഡിൽ നിന്ന് എഴുതണം എന്നൊക്കെ ഉള്ള, അതൊക്കെയാണോ? സൈഡിൽ നിന്ന് എഴുതണം എന്നൊക്കെയോ? അതായത് കുട്ടികൾക്ക് കാണുന്ന വിധത്തിലൊക്കെ. ഏകദേശം. അത് വേറൊരു ചാപ്റ്ററിൽ ഇങ്ങനെ അത് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. വേറെ ചാപ്റ്റർ? ഏത് ചാപ്റ്റർ ആയിരുന്നു? സ്ട്രക്ചർ ഓഫ് ക്ലാസ് റൂം. അതാണ് സ്പേസ് അല്ലേ പറയുന്നേ? ഇത്ര സ്പേസ്, ഇത്ര സ്ക്വയർ ഫീറ്റ് ടീച്ചേഴ്സിന് വേണം എന്നല്ലേ പറയുന്നേ? ഓക്കെ. അപ്പൊ എന്തായാലും അതിനകത്ത് ടീച്ചേഴ്സ് മൂവ്മെന്റുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ചാപ്റ്ററിൽ അങ്ങനെ പറയുന്നത്. ടീച്ചേഴ്സ് മൂവ് ചെയ്യണം. മൂവ് ചെയ്യാതെ ഒരിടത്ത് ഇരുന്ന് പഠിപ്പിക്കരുത്. അല്ലെങ്കിൽ വെറുതെ നിന്ന് ബുക്ക് തുറന്ന് പഠിപ്പിക്കാനായിട്ട് പാടില്ല. അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ നിങ്ങള്? ടീച്ചർ വന്നു കഴിഞ്ഞാല് ഒരു ടേബിൾ ഉണ്ടാവും ടീച്ചറിന്, ചെയർ ഉണ്ടാവും ടീച്ചറിന്. അവിടെ ഇരുന്നു കൊണ്ട് ബുക്ക് തുറന്നു വെച്ചിട്ടാകരുത് പഠിപ്പിക്കുന്നത്. എഗ്രി ചെയ്യുന്നുണ്ടോ? അങ്ങനെ ബുക്ക് തുറന്നു വെച്ച് പഠിപ്പിക്കരുത്. ടീച്ചേഴ്സിന് മൂവ്മെന്റ് വേണം. അതായത് ആ ക്ലാസ് റൂമിൽ മൊത്തം ടീച്ചർ മൂവ് ചെയ്യണം, സഞ്ചരിക്കണം എന്നാ പറയുന്നത്. എന്നാൽ മാത്രമാണ് ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ ലഭിക്കുക. ഒരു ടീച്ചർ ക്ലാസ്സിൽ വന്നു, ജസ്റ്റ് ഒരു ബുക്ക് തുറന്നു വെച്ചു, എന്തൊക്കെയോ വായിച്ചു, കുട്ടികൾ എന്തൊക്കെയോ കേട്ടു, കുറച്ച് അവര് മനസ്സിലേക്ക് എടുത്ത് കുറച്ച് മറന്നു പോയി, അല്ലെങ്കിൽ ഒരു ചെവി കൂടി കേട്ട് മറ്റേ ചെവി കൂടി കളഞ്ഞു. ആ രീതിയിലാണ് ആ ഒരു ടീച്ചിങ് മെത്തേഡിന് ഇതുണ്ടാവുക. മനസ്സിലാവില്ല. ചില ടീച്ചേഴ്സിന് നല്ല ശബ്ദം ഉണ്ടായിരിക്കും. ആ ശബ്ദമുള്ള, അതായത് നല്ല ലൗഡുള്ള ടീച്ചേഴ്സിനാണെങ്കിൽ സെന്ററിൽ ഇരുന്നുകൊണ്ട് ബുക്ക് വായിച്ചിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ട് പറയാം. അതൊക്കെ ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷെ ഒരിടത്ത് ഇരുന്നു കൊണ്ട് നമ്മൾ കുട്ടികളെ ഒരിക്കലും പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. മനസ്സിലായോ? മൂവ് ചെയ്യണം. മൂവ് ചെയ്യണം എന്ന് പറഞ്ഞാല് ആ ക്ലാസ് റൂമിൽ, അതായത് 2 സൈഡ്, ചിലപ്പോൾ 3 സൈഡ് ഉണ്ടാകാം. 3 സൈഡിൽ ഡെസ്ക് ബെഞ്ച് ഇട്ടിട്ടുണ്ടാകാം. റൗണ്ട് ഷേപ്പ് ആയിരിക്കുമല്ലോ. അപ്പോ ആ ഓരോ സ്പേസ് ഉണ്ടാവും അല്ലെ? ഒരിക്കലും അടുപ്പിച്ചായിരിക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ക്ലാസ് റൂമില്
നമ്മൾ ബെഞ്ചും ഡെസ്കും ഇടുമ്പോ, അതായത് ഒരു സൈഡിൽ ചിലപ്പോൾ ബോയ്സ് ആയിരിക്കാം, മറ്റൊരു സൈഡിൽ ഗേൾസ് ആയിരിക്കാം, ഇനി ചില ക്ലാസ് റൂമിലാണെങ്കിൽ മിക്സഡ് ആയിരിക്കാം. ഓക്കെ, അപ്പോ സ്പേസ് ഇട്ടിട്ടുണ്ട് അവിടെ അല്ലെ? ടീച്ചേഴ്സ് എന്തിനു വേണ്ടിയിട്ടാ സ്പേസ് ഇട്ടിരിക്കുന്നത്? നടുവിലായിട്ട് ടീച്ചേഴ്സിന് നടക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ടീച്ചേഴ്സിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്പേസ് ഇട്ടിരിക്കുന്നത്. അപ്പോ അത് ടീച്ചേഴ്സ് പ്രയോജനപ്പെടുത്തണം. അങ്ങനെയാണല്ലേ മാം? ഞാൻ കരുതിയത് ഡെസ്ക് വീഴുമ്പോ അടുത്ത കുട്ടികളുടെ കാലേ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. അല്ല, ടീച്ചർ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ടീച്ചറെ മൂവ് ചെയ്തിരിക്കണം. നിങ്ങൾ ആ സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂമിൽ നിങ്ങൾ ഇപ്പൊ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിനകത്ത് ടീച്ചറിന് നിൽക്കാനുള്ള സ്ക്വയർ ഫീറ്റ്, അതുപോലെ അവർക്ക് മൂവ് ചെയ്യാൻ സഞ്ചരിക്കാനുള്ള സ്ക്വയർ ഫീറ്റ് ഒക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് പഠിച്ചിട്ടില്ലേ? പഠിച്ചായിരുന്നോ? അപ്പോ അതിനകത്ത് മിസ് പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോ അതായത് ഒരു ടീച്ചർ പഠിപ്പിക്കേണ്ട രീതി എന്ന് പറയുന്നത് വെറുതെ ക്ലാസ് റൂമിൽ വന്ന് ചെയറിലിരുന്ന് ബുക്ക് തുറന്നല്ല പഠിപ്പിക്കേണ്ടത്. ഓക്കെ, ആ ക്ലാസ് റൂമിൽ മൊത്തം മൂവ് ചെയ്തിട്ടായിരിക്കണം ഓരോ ടീച്ചേഴ്സും പഠിപ്പിക്കേണ്ടത്. നമ്മൾ ചില സിനിമയിലൊക്കെ കാണാറുണ്ടല്ലേ, അല്ലെങ്കിൽ ചില സ്കൂളുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോ കാണാറുണ്ട്, ജസ്റ്റ് ആ ബുക്ക് തുറന്ന് വെറുതെ വായിച്ചു പോകുന്നു അല്ലെ? അങ്ങനെയുള്ള ടീച്ചേഴ്സ് പ്രിപ്പറേഷൻ ചെയ്തിട്ടായിരിക്കുമോ വരുന്നേ? എന്തെങ്കിലും അറിവുണ്ടായിരിക്കുമോ? അറിവുണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ അവര് ജോലിക്ക് എടുത്തത്. പക്ഷെ പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. അവർ ചെയ്തിട്ടുണ്ടാവോ? പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബുക്ക് തുറന്ന് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, ഞാന് PSCയുടെ കോച്ചിങ് സെന്ററിലൊക്കെ പോയി പഠിപ്പിക്കുന്നതാണ്. അപ്പോ ഞാൻ പോകുന്ന കോച്ചിങ് സെന്ററിലൊക്കെ അവര് 3 മണിക്കൂറൊക്കെയാണ് നിന്ന് പഠിപ്പിക്കുക. 3 മണിക്കൂറൊക്കെ നിന്നാണ് പഠിപ്പിക്കുന്നത്. നിന്നെന്ന് പറഞ്ഞാല് റൗണ്ട് ചുറ്റിയാണ് പഠിപ്പിക്കുന്നത്. കാരണം അവര് ടേബിളും ചെയറും ഇടില്ല. ഒരു ടീച്ചേഴ്സ് ആ ക്ലാസ് റൂമിൽ ഇടില്ല. അവര് ഇട്ട് കഴിഞ്ഞാൽ ഇരിക്കും എന്നറിയാം. അപ്പോ ഇടാതെ അവര് നോക്കും. ഇപ്പൊ 3 മണിക്കൂർ ഉണ്ടാവാം, ചിലപ്പോ കണ്ടിന്യൂസ് ആയിട്ട് 10 മണിക്കൂറൊക്കെ ഉണ്ടാവും. മോർണിംഗ് ബാച്ച് ഉണ്ടാവാം, അതുപോലെ എന്താ പറയാ ഏർലി മോർണിംഗ് ബാച്ച് ഉണ്ടാവാം, നൂൺ ബാച്ച് ഉണ്ടാവാം, ഈവനിങ് ബാച്ച് ഉണ്ടാവാം, നൈറ്റ് ബാച്ച് ഉണ്ടാവാം. അപ്പൊ എത്ര മണിക്കൂറാ? അത്രയും മണിക്കൂർ നമ്മള് നിന്ന്, അല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. നമുക്ക് ഒരിടത്ത് തന്നെ നിന്ന് കഴിഞ്ഞാല് നമുക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ തോന്നും. അപ്പൊ നമ്മള് എന്താ പറയാ മൂവ് ചെയ്യും. ക്ലാസ് റൂമിൽ മൊത്തം മൂവ് ചെയ്തിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് ബുക്കിന്റെ ആവശ്യമില്ല ആ സമയത്ത്. കാരണം നമ്മൾ ഓൾറെഡി പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ മൂവ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാണ്ട് ചില ടീച്ചേഴ്സിന്, പക്ഷെ ഞാൻ കുറ്റം പറയുന്നില്ല, ചില ടീച്ചേഴ്സിന് പ്രിപ്പറേഷൻ ചെയ്താൽ കയ്യിൽ ഒരു ബുക്ക് വേണം. അതൊരു ധൈര്യമാണ്. അങ്ങനെ വെക്കുന്നതുകൊണ്ട് യാതൊരു പ്രോബ്ലം ഇല്ല. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് പിറ്റേ ദിവസം നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ചെറിയ കുഞ്ഞുങ്ങളുടെ കേസിൽ ഇതൊന്നും പ്രശ്നമല്ല കേട്ടോ. കുറച്ചും കൂടി വലിയ കുഞ്ഞുങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പോ ചില വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കും, ടീച്ചർ എന്താണ് ഇങ്ങനെ ബുക്ക് തുറന്ന് വായിക്കുന്നത്, അല്ലെങ്കിൽ ടീച്ചർക്ക് എന്താണ് ഇത് ബുക്ക് തുറക്കാതെ വായിക്കാൻ പറ്റില്ലേ? ഇങ്ങനത്തെ കുട്ടികളാണ്, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ അങ്ങനെ, അതായത് ഈ ഒരു രീതിയാണ് പിന്തുടരുന്നതെങ്കിൽ അവര് നമ്മളെ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും ക്യാച്ച് ചെയ്യും. ബുക്ക് തുറന്നല്ലാതെ നമ്മൾ മൂവ് ചെയ്ത് ഓരോ കുട്ടികളെയും ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ അപ്പൊ നമുക്ക് ബ്ലാക്ക് ബോർഡിന്റെ ഉപയോഗം വരും അവിടെ. ഞാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണ് ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കേണ്ടത്. അപ്പോ കൃത്യമായിട്ട് ഓരോ എന്താ പറയാ മുക്കിലും മൂലയിലും പോയിട്ട് നമ്മൾ നോക്കി മൂവ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ പഠിപ്പിക്കേണ്ടത്. പ്രത്യേകിച്ചും ഇതിലൂടെ ലാസ്റ്റ് ബെഞ്ചേഴ്സ് അല്ലെ, ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങള് പണ്ട് തുടങ്ങിയ അറിയാം. ഇപ്പൊ അങ്ങനെയല്ല, കാരണം റൊട്ടേഷൻ ആണുള്ളത്. അതുകൊണ്ട് തന്നെ മാറി മാറി വരും. അപ്പൊ എപ്പോഴും നമ്മൾ ഇപ്പൊ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോ ടീച്ചേഴ്സിന് അറ്റൻഷൻ കൊടുക്കാനായിട്ട് പറ്റില്ലെന്ന് വരും. എപ്പോഴും നമ്മൾ 2 സൈഡിലേക്കാണ് നോക്കുക അല്ലെ. അതായത് നമ്മൾ ടീച്ചർ സെന്ററിൽ നിന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ 2 സൈഡിലും കുട്ടികൾ ഇരിപ്പുണ്ടാകും. അപ്പൊ നമ്മളുടെ ശ്രദ്ധ കൂടുതൽ പോകുന്നത് ഈ ആദ്യ ഭാഗത്തിരിക്കുന്ന കുഞ്ഞുങ്ങളിലേക്കായിരിക്കും അല്ലെ, കുട്ടികളിലേക്കായിരിക്കും. അങ്ങനെയല്ലേ? ആണോ? ആണ്. ചിലവര് വിചാരിക്കും ഈ ബെഞ്ചിന്റെ അറ്റത്തിരിക്കുന്നത് കൊണ്ട് അവരെ ആയിരിക്കും ടീച്ചേഴ്സ് ആദ്യം പിടിക്കാന്ന്. പക്ഷെ അവരുടെ കണ്ണ് അങ്ങോട്ട് പോവില്ല. ഓക്കെ, 2 സൈഡിൽ നമ്മുടെ കണ്ണിന്റെ എങ്ങോട്ടാണോ നമ്മുടെ കണ്ണ് പോകുന്നത്, അതായത് ഈ സൈഡിലേക്കായിരിക്കും, ഈ 2 സൈഡിലേക്കായിരിക്കും, അവിടെ ഇരിക്കുന്ന കുട്ടികളിലേക്കായിരിക്കും കൂടുതൽ ശ്രദ്ധ പോകുന്നത്. ഓക്കെ, അപ്പോ ബാക്ക് ബെഞ്ചിലോട്ട് അധികം ശ്രദ്ധ പോകാറില്ല. അപ്പൊ അതൊന്ന് തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടീച്ചേഴ്സ് മൂവ് ചെയ്യണം എന്ന് പറയുന്നത്. കാരണം
ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികളെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർക്കും കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൂടുതലായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ക്ലാസ് റൂമിൽ മൊത്തം മൂവ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അതാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് യൂസ് ഓഫ് ബ്ലാക്ക് ബോർഡ് ആൻഡ് ചാർട്ട്. ക്ലാസ് റൂം മാനേജ്മെന്റിൽ വരുന്ന അടുത്തൊരു പോയിന്റ് ആണ്. അതായത് എങ്ങനെയാണ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ബോർഡും ബ്ലാക്ക് ബോർഡും ചാർട്ടുകളും യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യാം നല്ല രീതിയിൽ, അല്ലെങ്കിൽ ചാർട്ടുകൾ യൂസ് ചെയ്യാം? എങ്ങനെയാ? ആരെങ്കിലും ഒന്ന് പറയാമോ? അറിയാമെങ്കില്. ചാർട്ടുകളിൽ കാണിച്ചു കഴിഞ്ഞാൽ പിള്ളേർക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ പറ്റും. ചെറിയ കുട്ടികൾക്ക് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നതിനേക്കാളും ചാർട്ടിൽ ഇപ്പൊ വരച്ചതോ അല്ലെ ഫോട്ടോ ഒട്ടിച്ചതോ ഒക്കെ ആകുമ്പോൾ അവർക്ക് പെട്ടെന്ന് പിടികിട്ടും. ഓക്കെ, കുട്ടികൾക്ക് കൂടുതൽ മെമ്മറിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാർട്ടുകൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കുന്നത് അല്ലെ. ഇപ്പൊ മാത്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് എടുക്കുവാണെങ്കിൽ നമ്മൾ കുറെ അധികം ഇങ്ങനെ പറഞ്ഞ് ഒരു കാര്യമില്ല അല്ലെ. അത് കൃത്യമായിട്ട് അതിന്റെ മെത്തേഡ് ബോർഡിൽ നമ്മൾ എഴുതി കൊടുത്താൽ മാത്രമാണ് കുട്ടികൾക്ക് അത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സബ്ജക്റ്റുകൾക്ക്, അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള സബ്ജക്റ്റുകളുണ്ട്. സയൻസ് സബ്ജക്റ്റുകളുണ്ട്, സോഷ്യൽ സബ്ജക്റ്റുകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സബ്ജക്റ്റുകൾക്കൊക്കെ നമ്മൾ ചാർട്ടുകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ബ്ലാക്ക് ബോർഡുകളും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കുട്ടിക്ക് അത് എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഏരിയ, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അവര് പറഞ്ഞു കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ചിലപ്പോ അനേകത് കുഞ്ഞുങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പിന്നെ കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ മറന്നു പോകും അല്ലെ. അപ്പൊ ആ ജോഗ്രഫിക്കൽ ഏരിയ ഒന്ന് ബ്ലാക്ക് ബോർഡിൽ വരയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു ചാർട്ടിൽ വരച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് ലൊക്കേഷൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അടുത്തും ഒരു കോപ്പി അതിന്റെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ കുട്ടികൾക്ക് ലൊക്കേഷൻ പഠിച്ച് അത് ബൈഹാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് മനസ്സിലാക്കി പഠിക്കുന്ന രീതിയാണ്, ഒരിക്കലും എന്താ പറയാ കാണാതെ പഠിക്കുന്ന രീതിയല്ല കേട്ടോ. അതായത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അത് പിക്ചറൈസേഷൻ ചെയ്ത് പഠിക്കുന്ന രീതിയാണ് എന്ത് ഈ ബ്ലാക്ക് ബോർഡും ചാർട്ടുകളും വഴി ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ അതിൽ മിസ് ഈ ചെറിയ കുട്ടികൾക്കൊക്കെ ഈ സബ്സ്ട്രാക്ഷൻ ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഇപ്പം 8 - 2 5 എന്നൊക്കെ പറയണേക്കാളും ഈ ടീച്ചേഴ്സ് നേരത്തെയൊക്കെ ഇപ്പം അങ്ങനെയാണോ ചെയ്യണേന്ന് അറിയില്ല. ഇപ്പൊ ബോർഡിൽ ഇപ്പം 8 ആണെങ്കിൽ ഒരു 8 എന്തെങ്കിലും മുട്ടയുടെ ഒരു പടം വരച്ചു വെച്ചു, പിന്നെ മൈനസ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഇപ്പുറം 2 എണ്ണം വരച്ചു വെച്ചു. എന്നിട്ട് ഇത് 20 വെട്ടിക്കളയുന്നു, ആ 8ന്റെ അവിടെ ആ 2 എണ്ണം വെട്ടിക്കളഞ്ഞിട്ട് ബാക്കി എത്ര, അങ്ങനെയൊക്കെ പറഞ്ഞ് നേരത്തെ അങ്ങനെയൊക്കെ ഇത് പഠിപ്പിക്കായിരുന്നു പിള്ളേരെ കുറയ്ക്കാനുള്ളത്. ഇപ്പോഴത്തെ രീതിയിൽ അങ്ങനെ കാണിക്കണുണ്ടോന്ന് അറിയില്ല. ഓക്കെ, ഇപ്പോഴത്തെ അതായത് ഞാന് നിങ്ങളോട് പറഞ്ഞോന്നറിയില്ല, ഏതൊരു ക്ലാസ്സിലോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂസിൽ കണ്ടതാണ്, ഒരു മലയാളം അധ്യാപകൻ, അതായത് യുജിൽപ്പെട്ട ആളാണ്, വളരെ ചെറുപ്പം അധ്യാപകനാണ്. അദ്ദേഹം പുതുതായിട്ട് ജോയിൻ ചെയ്ത സ്കൂളില് മലയാളം അക്ഷരം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടുണ്ടായിരുന്നോ നിങ്ങള്? യൂസ് ചെയ്തിട്ട് ഓരോ അക്ഷരങ്ങളും പഠിപ്പിക്കുന്നത്. അതൊക്കെ നല്ല നല്ല മെത്തേഡുകളാണ്. കാരണം കുട്ടികള് കൂടുതൽ ഉത്സാഹത്തോടെ അത് ശ്രദ്ധിച്ചിരിക്കും, മൊബൈലാണല്ലോ കയ്യിലിരിക്കുന്നത്. അപ്പൊ അതിലൂടെ എന്താണോ വരുന്നത് അത് ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലെ. അപ്പൊ ക എന്ന് പറയുന്ന ആ ഒരു അക്ഷരം, അതിന്റെ കൂടുതലായിട്ടുള്ള വെർഷൻസ്, കാ, തി അങ്ങനെയുള്ള വെർഷൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ചിഹ്നങ്ങൾ പഠിപ്പിക്കുന്ന രീതിയാണ്. ഓക്കെ, അപ്പൊ ബോർഡില് ജസ്റ്റ് ചിഹ്നങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ, സിമ്പിൾസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്നിട്ട് ഈ മൊബൈൽ ഫോണിൽ ക എന്ന് പറയുന്ന ലെറ്റർ വലുതായിട്ട് കാണിച്ചിട്ട് അത് ഈ മൊബൈൽ ഫോണിൽ എന്ത് ചെയ്യുന്നു, ഓരോ സിമ്പിൾസിന്റെ അടുത്തായിട്ട് വെച്ചിട്ട് ആ ഒരു അക്ഷരം പഠിപ്പിച്ചെടുക്കുകയാണ് അധ്യാപകൻ ചെയ്തത്. അത് വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. കാരണം കുട്ടികൾ എല്ലാവരും തന്നെ ഉത്സാഹത്തോടു കൂടിയാണ് അതിരുന്ന് പഠിക്കുന്നത്. ആർക്കും തന്നെ ആ വീഡിയോയിൽ കണ്ട ഒറ്റ കുട്ടി പോലും ഇല്ല അത് ശ്രദ്ധിക്കാതിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പുതിയ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയ പുതിയ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാല് കുട്ടികൾക്ക്, ഇപ്പൊ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾക്ക് നിറച്ച അപ്പാരറ്റസ് ഉണ്ട്.
ഓക്കെ, അതായത് നമുക്ക് അഡീഷൻ പഠിക്കാനുള്ള ബോർഡ് ഉണ്ട്, സബ്സ്ട്രാക്ഷൻ പഠിപ്പിക്കാനുള്ളതുണ്ട്, ഡിവിഷൻ ബോർഡ് ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ ഇത്തരത്തില് മോണ്ടിസോറി മെത്തേഡില് കുറച്ചുകൂടി എളുപ്പത്തിൽ കുഞ്ഞുങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും, ട്രഡീഷണൽ രീതിയേക്കാൾ ഉപരിയായിട്ട്. ഓക്കെ, അത് നിങ്ങൾ എന്തായാലും പഠിക്കും. നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പ്രാക്ടിക്കൽ ക്ലാസ് ലൈവായിട്ട് കാണിച്ചു തരും. അപ്പോൾ നിങ്ങളത് പഠിച്ചെടുക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള മെത്തേഡുകൾ യൂസ് ചെയ്യുന്നത് വഴി കുഞ്ഞുങ്ങളെ കൂടുതൽ നേരം അവരെ കോൺസെൻട്രേഷൻ കൂടുതൽ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ അവർ പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാനും പഠിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇവാലുവേഷൻ ആണ്. എല്ലാ കുട്ടികളെയും ഇവാലുവേറ്റ് ചെയ്യുക, അസസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എല്ലാവരെയും ഇവാലുവേറ്റ് ചെയ്യുക, എല്ലാ കുട്ടികളെയും ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, ഇവാലുവേഷൻ അത് ജസ്റ്റ് ഒരു പോയിന്റ് മാത്രം എഴുതിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യനിങ് ആണ്. ക്വസ്റ്റ്യനിങ് അതായത് ചോദിക്കുക. ക്ലാസ് റൂം നമ്മൾ പതിവായിട്ട് കാണുന്ന ഒരു കാര്യമാണ് അല്ലെ. ടീച്ചേഴ്സ് വരുമ്പോൾ കുഞ്ഞുങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലെ. കുഞ്ഞുങ്ങൾക്ക് അറിയാമെങ്കിൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, അതിനുള്ള ഉത്തരങ്ങൾ പറയും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇത്രയുമാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ് ആണ്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസിൽ വരിക? ഫർണിച്ചേഴ്സ് ആണോ? കെട്ടിടങ്ങളും കെട്ടിട പരിപാലനം അല്ലെ. കെട്ടിട പരിപാലനമാണ് പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. ഇതിനകത്ത് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇതിനകത്ത് പറയുന്നത് പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സേഫ് ആയിട്ടുള്ള ബിൽഡിംഗ്, സേഫ്റ്റി ആയിട്ടുള്ള ബിൽഡിങ്ങുകള്, അതുപോലെ തന്നെ എയർ സർക്കുലേഷൻ ഉള്ള ബിൽഡിങ്സ്, വെന്റിലേഷൻ, ഇതൊക്കെ, അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി പ്ലേ ഗ്രൗണ്ട്, ഇതൊക്കെ നല്ല രീതിയിലായിരിക്കണം. സ്കൂളിന്റെ കെട്ടിടം എന്ന് പറഞ്ഞാല് നല്ല രീതിയിൽ വെന്റിലേഷൻ ഉണ്ടായിരിക്കണം, എയർ സർക്കുലേഷൻ ഉണ്ടായിരിക്കണം, അവിടെ സേഫ്റ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, വേണ്ട രീതിയിൽ സുരക്ഷാ മാർഗങ്ങളൊക്കെ അവിടെ സ്വീകരിച്ചിരിക്കണം. അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലിയും ആയിരിക്കണം. ഓക്കെ, അവിടെയുള്ള എല്ലാവരും പ്ലേ ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലായിരിക്കണം അറേഞ്ച് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ട് ചെയ്യണം. എന്ത് ചെയ്യണം? ഇൻസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്പെക്ഷൻ. സ്കൂളുകളിൽ നടത്താറില്ലേ പരിശോധന അല്ലെ, സ്കൂൾ ഇൻസ്പെക്ഷൻ അല്ലെ. ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വരും അല്ലെ, ഗവൺമെന്റ് നിയോഗിക്കുന്ന ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വരും. ചിലപ്പോ പെട്ടെന്നായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകും, ഇന്ന ദിവസം ഇന്ന ആള് വരുന്നത് വിളിച്ച് നേരത്തെ ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ടാകും. അതിന്റെ ബേസിൽ അദ്ദേഹം വന്ന് എല്ലാ ക്ലാസ് റൂമുകളും പരിശോധിക്കും. ഓക്കെ, ക്ലാസ് റൂമുകൾ പരിശോധിക്കും, അതുപോലെ ലബോറട്ടറി പരിശോധിക്കും. ലബോറട്ടറീസ് ഉണ്ടെങ്കിൽ അവിടെ ലാബുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും. അതുപോലെ തന്നെ പ്ലേ ഗ്രൗണ്ട്, വരാന്തകള്, ഫുട്പാത്ത്, അങ്ങനെ സ്കൂളിന്റെ മൊത്തം കോമ്പൗണ്ട് എന്താണ് ഇൻസ്പെക്ട് ചെയ്യുന്ന ആളാണിത് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് അല്ലെ. ഇനി അദ്ദേഹം എന്ത് ചെയ്യാം? ക്ലാസ് റൂമിൽ വന്നിട്ട് അറ്റൻഡൻസ് എടുക്കാം. ഓക്കെ, അതായത് ഇത്ര കുട്ടികൾ ഉണ്ടോ അല്ലെങ്കിൽ ഇത്ര പേര് പ്രസന്റ് ആണോ. അപ്പൊ നമുക്കൊക്കെ അറിയാലോ, പഠിക്കുന്ന സമയത്തൊക്കെ ടീച്ചേഴ്സ് പ്രത്യേകിച്ച് എടുത്ത് പറയാറുണ്ട് അല്ലെ. മുൻകൂട്ടി അവർക്ക് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയണ്ടേ, ഇന്ന ദിവസം ഈ ഒരു സാറ് വരുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും പ്രസന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അദ്ദേഹം വരുമ്പോൾ പ്രസന്റ് ഉണ്ടാവണം, അതായത് കുട്ടികൾ ഉണ്ടാകണം. അതുപോലെ തന്നെ അദ്ദേഹം നോക്കും എത്ര പേരാണ് ആബ്സെന്റ് ആയിട്ടുള്ളത്, ഏതൊക്കെ ദിവസങ്ങളിൽ ആബ്സെന്റ് ആയിട്ടുള്ളത്, ഏതൊക്കെ കുട്ടികളാണ് സ്ഥിരമായിട്ട് ക്ലാസ്സിൽ വരാത്തത്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കും. അതുപോലെ തന്നെ സ്കൂളിന്റെ രജിസ്റ്റേഴ്സ് ചെക്ക് ചെയ്യും, ടീച്ചേഴ്സിന്റെ രജിസ്റ്റർ ചെക്ക് ചെയ്യും. അതുപോലെ അവരുടെ സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസ്പെക്ടർ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ ഒരു പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസിൽ ഇൻസ്പെക്ടിങ് ആൻഡ് റിപ്പയറിംഗ് മെയിൻ്റനൻസ്
മെയിൻ്റനൻസ് ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റം. അതായത് സ്കൂളിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റം ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ട് ചെയ്യുകയും എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഉടനടി അത് റിപ്പയർ ചെയ്യുകയും വേണം. പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതാണ് ഇതിനകത്ത് അല്ലെ. നമ്മള് ഈ ഒരു കുറച്ച് നാള് മുമ്പല്ലേ ഒരു കുഞ്ഞ് മരിച്ചിരുന്നില്ലേ, വാർത്തയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അവിടെ പ്രോപ്പർ ആയിട്ട് ഇതൊക്കെ എഡ്യൂക്കേഷണൽ റൂൾസിൽ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പഠിക്കുന്നത്. പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ്. അതിനകത്ത് വരുന്ന ആദ്യത്തെ പോയിന്റ് ആണ് ഇലക്ട്രിക്കൽ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അത് ഇൻസ്പെക്ട് ചെയ്യുക. സ്കൂളിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇൻസ്പെക്ടർ വന്ന് ഇടയ്ക്കിടെ ചെക്ക് ചെയ്യുകയും അതുപോലെ തന്നെ എന്തെങ്കിലും തകരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉടനടി റിപ്പോർട്ട് ചെയ്യുകയും വേണം. ഇൻസ്പെക്ടർ വന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ അത് മേലധികാരികൾ, അതായത് സ്കൂൾ ഹെഡ് മാസ്റ്റർക്ക് വാർണിംഗ് കൊടുക്കാം. എന്തുകൊണ്ട് നിങ്ങൾ ഇത് നേരത്തെ പറഞ്ഞില്ല, എന്തെങ്കിലും ഇഷ്യൂ എന്തെങ്കിലും കാണുവാണെങ്കിൽ. നമുക്കറിയാം, അതായത് കുഞ്ഞുങ്ങള് പഠിക്കുന്ന സമയത്ത്, അതായത് അവരുടെ ക്ലാസ് റൂമില് സ്വിച്ചസ് ഒക്കെ ഉണ്ട് അല്ലെ. അതായത് പലതരത്തിലുള്ള വയറുകൾ പോയിട്ടുണ്ടാവും, KCB പലതരത്തിലുള്ള ലൈനുകളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അതുകൂടാതെ അവരുടെ ക്ലാസ്സിൽ ഇലക്ട്രിക്കൽ സിസ്റ്റം അല്ലെ, സ്വിച്ചസ് ഉണ്ടാകും, സ്വിച്ച് ബോർഡുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഫാൻ, ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോ ഏതെങ്കിലും ഒരു ഉപകരണം പ്രവർത്തിക്കാതായാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോ എന്താ പറയാ, എന്തെങ്കിലും മഴയുള്ള സമയത്തൊക്കെയാണ് നമ്മള് കൂടുതൽ ശ്രദ്ധിക്കണം അല്ലെ. ചിലപ്പോൾ എർത്തടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാല് ഉടനടി എന്ത് ചെയ്തിരിക്കണം, ഒരു ടീച്ചർ എന്ന രീതിയിൽ നമ്മുടെ ശ്രദ്ധയിൽ, നമുക്കത് ചിലപ്പോൾ ഒന്നും റിപ്പയർ ചെയ്യാനൊന്നും നമുക്ക് പറ്റിയെന്ന് വരില്ല, പക്ഷെ നമ്മുടെ ശ്രദ്ധയിൽ അത് പെട്ട് കഴിഞ്ഞാൽ ഉടനടി അത് സുപ്പീരിയർക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കണം. സുപ്പീരിയർ മീൻസ് ഹെഡ് മാസ്റ്റർ അത് മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് ഉടനടി പരിഹരിക്കുകയും വേണം എന്നാണ് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഇലക്ട്രിക്കൽ സിസ്റ്റം അത് ഇൻസ്പെക്ട് ചെയ്യുക. ഓക്കെ, ഒരു പോയിന്റാണ്. പിന്നെ അതുപോലെ തന്നെ എലവേറ്റേഴ്സ് ഉണ്ടെങ്കിൽ, ചില സ്കൂളുകളിൽ എലവേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുണ്ടെങ്കിൽ അത് ഇൻസ്പെക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എല്ലാ ബിൽഡിംഗ് സിസ്റ്റവും, അതായത് ബിൽഡിങ്ങിൻ്റെതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇൻസ്പെക്ട് ചെയ്യുക, റിപ്പയർ ചെയ്യുന്നതും എന്തിന്റെ കീഴിൽ വരുന്നതാണ്, പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഫാനുകളും ലൈറ്റുകളും വർക്കിംഗ് ആണോ എന്ന് നോക്കണം. ഓക്കെ, അത് ചെക്ക് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക്. പിന്നെ അതിനകത്ത് ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പൊ ലൈറ്റ് ഒക്കെ അല്ലെങ്കിൽ ഫാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും, നമുക്കറിയാം ഫാൻ്റെ സീലിംഗ് ഒക്കെ ചിലപ്പോ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ പെട്ടെന്ന് പൊട്ടി വീഴുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇതിനകത്ത് വരുന്നത്, പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസിൽ വരുന്ന മറ്റൊരു കാര്യമാണ് റിപ്പയറിംഗ് ഐറ്റംസ്. സ്കൂളിൽ ഉപയോഗിക്കുന്ന ചില എക്യുപ്മെന്റുകൾ ഉണ്ട്, അത് കറക്റ്റ് സമയത്ത് റിപ്പയർ ചെയ്യാന്നുള്ളതാണ്. ഫർണിച്ചർ ആകാം, ആദ്യത്തേതെന്ന് പറയുന്നത് ഫർണിച്ചർ ആണ് അല്ലെ. എന്തൊക്കെ ഫർണിച്ചർ ആണ് ഉപയോഗിക്കുന്നത് സ്കൂളില്? ഉണ്ടാവാം, ചെയർ ഉണ്ടാവാം, അതുപോലെ ഡെസ്ക് ഉണ്ടാകാം, ബെഞ്ച് ഉണ്ടാകാം അല്ലെ. അപ്പൊ ചില ഫർണിച്ചേഴ്സ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം, പഠിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില ഡെസ്കുകളുടെയും ബെഞ്ചുകളുടെയൊക്കെ കാലുകൾ ഒടിഞ്ഞിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ടാവും നിങ്ങളുടെ ടീച്ചറുടെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ ടീച്ചർക്ക് റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ അത് എന്താ പറയാ, ആ ഒരു ഫർണിച്ചർ യൂസ് ചെയ്യാനായിട്ട് പാടില്ല, ഉടനടി ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഇനി ടീച്ചർ അത് ശ്രദ്ധിക്കണം. ചില ടീച്ചേഴ്സ് ഒക്കെ ശ്രദ്ധിക്കും, ചിലരൊക്കെ ശ്രദ്ധിക്കില്ല. ഓക്കെ, അത് ഓരോരുത്തരുടെ അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പൊ തീർച്ചയായും എന്താ പറയാ, ഇത് ശ്രദ്ധിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി കേടുപാട് പറ്റിയിട്ടുള്ള ഫർണിച്ചേഴ്സ് ആണെങ്കിൽ അത് ഉടനടി അവിടെ നിന്ന് റിമൂവ് ചെയ്യണം, ആ ക്ലാസ്സിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വിൻഡോസ്, അതായത് ചില സ്കൂളുകളിലെ വിൻഡോ ജനലുകളൊക്കെ ചിലപ്പോൾ ചില്ലിന്റെ ജനലായിരിക്കാം, ഗ്ലാസ് വിൻഡോ ആയിരിക്കാം. അപ്പൊ കുട്ടികൾ തന്നെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ എടുത്തെറിയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാല് ആ ജനൽ ചില്ല് ആ വിൻഡോ പൊട്ടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അറിയാതെ അവിടെ ചെന്ന് പിടിക്കുമ്പോൾ കൈ മുറിയാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ.
അപ്പൊ അങ്ങനെയുള്ള ഇതില് വിൻഡോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. മെയിൻറ്റെയിൻ വിൻഡോസ് ആൻഡ് ഡോർസ്. വാതിലുകളും ജനലുകളും മെയിൻറ്റെയിൻ ചെയ്യുക. മെയിൻറ്റെയിൻ വിൻഡോസ് ആൻഡ് ഡോർസ്. അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് പ്ലേ എക്യുപ്മെന്റ് ആണ് കേട്ടോ. മെയിൻ്റെനൻസ് ഓഫ് പ്ലേ എക്യുപ്മെന്റ്സ്. നഴ്സറി കുട്ടികൾക്കാണെങ്കിൽ നമുക്കറിയാം തീർച്ചയായിട്ടും അവർക്ക് ബ്രേക്ക് ടൈമിൽ എന്ത് ചെയ്യും, അവരെ കളിക്കാനായിട്ട് കൊണ്ടുപോകും അല്ലെ. ധാരാളം എക്യുപ്മെന്റുകൾ ഉണ്ടാവും അല്ലെ. ഒരു നഴ്സറിയിൽ എന്തൊക്കെ എക്യുപ്മെന്റുകൾ ഉണ്ടാകാം പുറത്ത് പ്ലേ ഗ്രൗണ്ടില്? എന്തൊക്കെ ഉണ്ടാവാം? സ്ലൈഡ് ഉണ്ടാവില്ലേ? സ്ലൈഡ്, സീസോ കാണും, ഊഞ്ഞാൽ, സീസോ, സ്ലൈഡ് ഉണ്ടാവാം, സ്വിങ് ഉണ്ടാവാം, അതുപോലെ തന്നെ പലതരത്തിലുള്ള ടോയ്സ് ഉണ്ടാകാം, ചില തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാകാം കളിക്കുന്ന. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് തകരാറിലാവുകയാണെങ്കിൽ, ഡാമേജസ് ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. കാരണം കുഞ്ഞുങ്ങളാണ്, അവർ വന്ന് പെട്ടെന്ന് കളിക്കാനൊക്കെ നോക്കും, ഇരിക്കാനൊക്കെ നോക്കും. അപ്പൊ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇഞ്ചുറി പറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. സോ എന്ത് ചെയ്യാം, ഈ പ്ലേ ഐറ്റംസ് റിപ്പയർ ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും മതി. പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റെനൻസ് വരെയാണ് ഇന്ന് എടുത്തത്. ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ, സൈൻ ഇൻ ചെയ്തോളൂ കേട്ടോ. ഞാൻ പറയാം. ആ, ഇന്ന് യൂണിറ്റ് 1 സ്കൂൾ മാനേജ്മെന്റ് ആണ് എടുത്തത്. ഇതിൽ പ്രധാനപ്പെട്ട ക്ലാസ് റൂം റൂൾസ് ആണ് പറയുന്നത്. എന്തൊക്കെ ടീച്ചർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ എന്താണ് ആദ്യം കുട്ടികൾ ചെയ്യേണ്ടത്, അവരെ വിഷ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ക്ലാസ് കഴിഞ്ഞുമ്പോൾ താങ്ക് യു പറയണം. പിന്നെ ടീച്ചേഴ്സ് മൂവ്മെന്റ്, അത് ടീച്ചർ ഒരിടത്ത് നിന്ന് നിൽക്കാതെ ക്ലാസ് ഫുള്ളായിട്ട് മൂവ് ചെയ്തിട്ട് വേണം പഠിപ്പിക്കാൻ. പിന്നെ യൂസ് ഓഫ് ബ്ലാക്ക് ബോർഡ് ആൻഡ് ചാർട്ട്. ബ്ലാക്ക് ബോർഡിനും ചാർട്ടൊക്കെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. വിഷ്വലി പഠിപ്പിച്ച നന്നായി ചാർട്ടിലായാലും പിക്ചേഴ്സ് ഒട്ടിച്ചോ വരച്ചോ ഒക്കെ പഠിപ്പിച്ചാലേ കുട്ടികൾക്ക് അത് കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് നിൽക്കുള്ളൂ. പിന്നെ ഇവാലുവേഷൻ, അതായത് ക്വസ്റ്റ്യനിങ്, അതായത് ക്വസ്റ്റ്യൻ ചോദിക്കുക, ടെസ്റ്റ് പേപ്പറൊക്കെ എടുക്കുക. പിന്നെ പ്രീമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റെനൻസ്, അതിനെക്കുറിച്ച് പറഞ്ഞു. അതായത് സേഫായ ബിൽഡിങ്ങും കാര്യങ്ങളും ആയിരിക്കണം, എയർ സർക്കുലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കണം. പിന്നെ വെന്റിലേഷൻ ആവശ്യമാണ്. പിന്നെ എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ഇൻസ്പെക്ടർ വരും. അപ്പോൾ എല്ലാം ക്ലിയർ ആയിരിക്കണം. ബിൽഡിങ്ങിൻ്റെ കാര്യമായാലും മറ്റുള്ളതൊക്കെ ക്ലിയർ ആയിരിക്കണം. പിന്നെ എന്തെങ്കിലും തകരാറ് ശ്രദ്ധയിൽപ്പെട്ടാൽ തന്നെ അത് റിപ്പോർട്ട് ചെയ്യണം. പിന്നെ റിപ്പയറിങ് ഐറ്റംസിനൊക്കെ എന്തെങ്കിലുമൊക്കെ റിപ്പയർ എന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ ഫർണിച്ചർ ആയാലും മറ്റുള്ളതാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ മെയിൻറ്റെയിനിങ് വിൻഡോസ്, ഡോർസ്, അത് വിൻഡോസും ഡോർസൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ റിപ്പോർട്ട് ചെയ്യണം. പിന്നെ മെയിൻ്റെനൻസ് ഓഫ് പ്ലേ എക്യുപ്മെൻറ്റിൽ എന്തെങ്കിലും തകരാറ് കണ്ടെത്തിയാൽ, വല്ല കേടുപാട് എന്തെങ്കിലും ലൂസാവോ എന്തെങ്കിലും ഓടി എന്തെങ്കിലുമൊക്കെ കണ്ടെത്തിയാൽ അതും പറയേണ്ടതാണ്. താങ്ക് യു. ക്ലാസ് എടുത്ത ടീച്ചർക്ക് താങ്ക് യു. താങ്ക് യു. മിസ്, ഈ ഡിഫൻസ് മെക്കാനിസത്തിന്റെ മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നോ? ഇട്ടിട്ടില്ല, ഞാൻ കണ്ടില്ലായിരുന്നു. ഇട്ടിട്ടുണ്ടോ? അല്ല, ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇട്ടേക്കാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം.